ഒരുപാട് കറിവേപ്പില കിട്ടുന്ന സമയത്ത് മോശമായി പോകാതെ എങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത് നമുക്ക് നോക്കാം. ആഴ്ചകളോളം അതുപോലെ മാസങ്ങളോളം ഒരു വർഷങ്ങളോളമൊക്കെ കറിവേപ്പില സൂക്ഷിച്ചു വെക്കുന്ന മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ആ തിരി പോലത്തുള്ള ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ സൂക്ഷിച്ചു വെക്കുന്നത് ഒരു 3-4 ദിവസത്തേക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഇത് പുറത്താണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. ഇതുപോലുള്ളൊരു കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ തണ്ട് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുക ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ 3-4 ദിവസം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കറിവേപ്പില ഇങ്ങനെ ഇരുന്നോളും. ഇനിയിപ്പോൾ അടുത്ത മെത്തേഡ് പറയുന്നത് ഇതിൻ്റെ തണ്ടിൽ നിന്ന് നമ്മൾ ഈ ഒരു കറിവേപ്പില ഇങ്ങനെ അടർത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം സൂക്ഷിച്ച് വെക്കണോ അത്രത്തോളം നമുക്കിതിങ്ങനെ മാറ്റി വെക്കാം. ഇനി ഒരു ബോക്സ് എടുത്തിട്ട് അതിലൊരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കറിവേപ്പില കഴുകുകയൊന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഒരുപാടങ്ങ് കുത്തി നിറക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ മേലേക്ക് വീണ്ടും ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ മൂടി ഇട്ടിട്ട് നമുക്ക് സാധാരണ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇത് ആഴ്ചകളും മാസങ്ങളും ഒക്കെ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്കിത് കറിവേപ്പില സൂക്ഷിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ആക്കി വെച്ച കറിവേപ്പില നമുക്ക് ചില്ല് ബോട്ടിലും ഇങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ ഇട്ടിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. നല്ല ടൈറ്റായിട്ട് മൂടിയിട്ടിട്ട് വെക്കാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാടങ്ങ് കുത്തി നിറച്ചിട്ട് വെക്കരുത്. ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് ഫ്രീസറിലൊന്നുമല്ല, സാധാരണ ഫ്രിഡ്ജിലാണ്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഇനിയിപ്പോൾ അടുത്ത മെത്തേഡ് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു മൂടിയിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സൂക്ഷിക്കാനുള്ള അത്രയും കറിവേപ്പില ഇതിലേക്കൊന്ന് മുക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വിനാഗിരിയിലൊക്കെ നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള കീടങ്ങളും വിഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും. ഇനി ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ വാരിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒന്നുകിൽ അരിപ്പയിലേക്ക് ഇട്ടാലും മതി. പിന്നെ ഒരു കിച്ചൺ ടവൽ എടുത്തിട്ട് അതിലേക്ക് ഇതൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഫാനിൻ്റെ താഴേക്ക് വെച്ചിട്ട് ഇതിലെ ഒരു ഈർപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ ഈ ടവൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഒപ്പിയെടുത്താൽ മതി. അപ്പോൾ വെള്ളം മുഴുവനും പോയതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് ആ ഒരു ടവലിൽ ഇങ്ങനെ മടക്കി സൂക്ഷിച്ച് വെക്കുക ചെയ്യുന്നത്. ഇതുപോലെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഈ ഒരു കിച്ചൺ ടവലിൽ വെച്ചിട്ട് തന്നെ. അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു പാക്കറ്റിലോ സിപ്പിലോ കവറിലോ ഇട്ടിട്ട് നിങ്ങൾക്കങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാസങ്ങളോളം കറിവേപ്പില നിൽക്കുകയും ചെയ്യും. ഇനി ഒരു വർഷത്തോളം എങ്ങനെ കറിവേപ്പില സൂക്ഷിച്ച് വെക്കാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് തണ്ടുന്ന അതിൽ മാത്രമായിട്ടാണ് നമ്മൾ അടർത്തി എടുക്കുന്നത്. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് നമുക്ക് ടിഷ്യൂവിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കിച്ചൺ ടവലിൽ വെച്ചിട്ടോ അതൊക്കെ നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കാം. എന്നിട്ട് ഇതുപോലുള്ള സിപ്ലോ കവറിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു തുള്ളി പോലും ഇതിന് പാടില്ല. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് മോശമായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ സിപ്ലോ കവർ അതൊന്ന് ലോക്ക് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും എയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് കളഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് ഒരുപാട് കാലം നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഫ്രിഡ്ജിലല്ല സൂക്ഷിക്കുന്നത്, വർഷങ്ങളോളം സൂക്ഷിച്ച് വെക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ എയർ പോയിട്ടില്ലെങ്കിൽ ഇതുപോലെ മടക്കിയിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എയർ നല്ലോണം പോയി കിട്ടും.